GCDA ആ ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കൊടുത്തത് എന്നാണ് സഖാവ് ചന്ദ്രൻപിള്ള പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ തീർച്ചയായിട്ടും GCDAക്കുണ്ട്. അതിലൊരു സംശയവുമില്ല. ഈ പറഞ്ഞതുപോലെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അറിയാനുമുള്ള സംവിധാനം ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ GCDAയുടെ ഗ്രൗണ്ട് അല്ലെന്ന് വിചാരിക്കുക, ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളീ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പം ഞാൻ പറയുന്നത് ആ ഗ്രൗണ്ട് കൊടുത്തത് GCDA ആണ്. GCDA വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് കൊടുത്തത്. ആ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ഇല്ലെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാനും. ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ല, അവർക്ക് ബാധ്യതയുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ ഇതുപോലൊരു പബ്ലിക് ഇവൻ്റ് നടക്കുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗ്രൗണ്ട് ഉടമസ്ഥരല്ല. ഗ്രൗണ്ട് സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിൽ പോലും കേരളത്തിൽ നടക്കുന്ന പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പബ്ലിക് ഇവൻറ്റിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം എന്നുള്ളതിന് കൃത്യമായ നിഷ്കർഷയുണ്ട്. ഇത് ക്യുസാറ്റിൻ്റെ പശ്ചാത്തലത്തിലല്ല, അതിന് മുമ്പേ ഉണ്ടാവേണ്ടതാണ്. അത് ഇവിടെ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ മറ്റേ അതുപോലെ റിലീജിയസ് ഇവൻറ്റ്സ് എന്നുള്ള രീതിയിൽ മാത്രം SDMA ഒരു കുറിപ്പ് എഴുതി വെക്കുന്നതുകൊണ്ട് അത് തീരുന്നില്ല. ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഈ പാലിക്കപ്പെടാത്ത ഈ ചടങ്ങിൽ ഇത് മുഴുവൻ കണ്ടിട്ട് അവിടെ കൈവരി കെട്ടേണ്ടതിന് പകരം കയറ് കെട്ടി എന്നൊരു പ്രശ്നം, റിബൺ കെട്ടി എന്നൊരു പ്രശ്നമേ ഉള്ളൂ എന്നൊരു മന്ത്രി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നിയമലംഘനങ്ങൾ മുഴുവൻ ഈ നാട്ടിൽ യഥേഷ്ടം നടത്താൻ ഇവരെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഇവരനുവദിച്ചു കൊടുത്തിട്ട് ദുരന്തം വരില്ല എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെ പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നവർ സൂക്ഷ്മത എടുത്താൽ വീഴില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉമാ തോമസ് വീണ് കിടക്കുന്നത് കൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സുരക്ഷ തന്നെ കരുതിക്കോണം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. നിങ്ങളിവിടെ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ കുറേ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടിരുന്നു. ആക്കുളത്തൊരെണ്ണം ഉണ്ടാക്കി, സ്ഥാപിക്കുന്നതിന് മുമ്പേ പൊട്ടി. കടലിലോട്ട് കുറേ പാലം ഉണ്ടാക്കി. വിദേശത്തൊക്കെ പോകുമ്പോൾ ഇവർ കാണും, വന്നിട്ട് പാലം ഉണ്ടാക്കുകയാണ്. നിങ്ങളവിടെ മൂപ്പിലങ്ങാട് ബീച്ചിൽ പോയി, പാപനാശത്ത് പോയി, തൃശ്ശൂർ പോയി. ഇവിടുത്തെ ഓളത്തിൻ്റെ ഒരു വ്യാപ്തി, ടൈഡിൻ്റെ വ്യാപ്തി, ഇങ്ങനത്തെ ശാസ്ത്രീയമായ ഒരു പഠനവും ഇല്ലാതെ ആഘോഷമായിട്ട് പോയി ഉദ്ഘാടനം ചെയ്തിട്ട് കേരളം വികസിക്കുകയാണെന്ന് പറയുകയാണ്. വർക്കല വന്നിട്ട് പാരാഗ്ലൈഡിങ് എന്ന് പറഞ്ഞ് ഒരെണ്ണം നടത്തി 2 പേര് അവിടെ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുരുങ്ങിയിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടാണോ? ഇങ്ങനെയാണോ ടൂറിസം വളർത്തുന്നത്? കാരവൻ ടൂറിസം, 2 പേരിപ്പം അകത്തും മരിച്ചു കിടന്നത് നമ്മൾ കണ്ടു. അപ്പം ഞാൻ പറയുന്ന വളരെ അശാസ്ത്രീയമായിട്ട് ഒരു മുൻകരുതലുമില്ലാതെ ഇവർ ആവർത്തിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മുൻഗണന അതൊന്നുമല്ല. ഇപ്പോൾ 5 കോടി രൂപയ്ക്ക് സ്കൂൾ ഉണ്ടാക്കും, വലിയ സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടു എന്ന് പറയുകയാണ്. നിങ്ങൾ 2ാമത്തെ കുട്ടിയാണ് ക്ലാസ് റൂമിനുള്ളിൽ നിന്ന് പാമ്പ് കടിയേക്കുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രയോറിറ്റി ക്ലാസ് റൂമിലെ പൊനമടക്കുകയാണോ, അതോ ആ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്കൂൾ 5 കോടി രൂപയ്ക്ക് പണിയുക എന്നുള്ളതാണോ? എന്നിട്ട് ഇവർ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു, അത് വർദ്ധിപ്പിക്കണം, ഇങ്ങനെ കുറേ പ്രസംഗം നടത്തുകയാണ്. ആദ്യം നമുക്ക് പൊനമടയ്ക്കാം, പാമ്പ് കടിയേക്കത്തില്ലെന്ന് ഉറപ്പുവരുത്താം. ഈ കാര്യങ്ങൾ മുഴുവൻ അശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആംബുലൻസിൽ 2 പേര് മരണപ്പെട്ടത് ഇന്നലെ നമ്മൾ കണ്ടു. ഇവിടെ നേരത്തെ ചർച്ചയിലും പറഞ്ഞു, മുഖ്യമന്ത്രി അതിലെ സഞ്ചരിക്കുമ്പോൾ, മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ, എല്ലാവരും സഞ്ചരിക്കുമ്പോൾ ഇല്ല, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കുക, എല്ലാ സൈഡ് റോഡുകളും അടയ്ക്കുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ഈ ട്രാഫിക് ലൈറ്റുകൾ മുഴുവൻ ചുവപ്പും പച്ചയൊന്നും കത്തൂല്ല, പിന്നെ ഈ മഞ്ഞ മിന്നത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി, 1/4 മണിക്കൂർ അങ്ങനെ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. ഇതുപോലെ വലിയ ഗതാഗതക്കുരുക്ക് ഇവിടെ നമ്മുടെ ഹൈവേ നിർമ്മിക്കുന്നത് തന്നെ വേറെ ഒരു വലിയ മാരണമായിട്ടാണ്. നമ്മൾ പോകുന്നത് 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ മണ്ണടിച്ച് കയറ്റി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിർത്തിയാൽ ബ്ലോക്കുള്ള സ്ഥലത്ത് ഡൈവേർട്ട് ചെയ്ത് വിടുകയെങ്കിലും ചെയ്യാമല്ലോ. എവിടെയാണ് ഈ മുൻഗണനാക്രമം? ഇവിടെ കുറേ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് വാടക കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലർക്ക് വേണ്ടി മാത്രം നിയമം വഴിമാറുന്നതാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. അവിടെയാണ് ഞാൻ നേരത്തെ SDMAയുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതൊരു ഡിസാസ്റ്ററാണ്. അവരൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. വയനാടും ചൂരൽമല ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന ഇതാണ്, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റവും ഇവർ കൊടുക്കുന്നില്ല.
ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ കഴിയുമായിരുന്നു റെയിൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്സിൽ എന്നുള്ളതിന് ഇവിടെ പഠനമുണ്ട്. അതേ സ്ഥലത്ത് വാർണിംഗ് കൊടുത്തല്ലോ, ഒരു സ്വകാര്യ ഏജൻസി കൊടുത്തല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ആ വിവരം ശേഖരിക്കാൻ പറ്റില്ല എന്നാണ്. അവർക്ക് IMD നിന്ന് കിട്ടുന്നത് മാത്രമേ ശേഖരിക്കാൻ പറ്റൂ. IMD നിന്ന് കിട്ടുന്നത് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അവർ മറ്റു ഏജൻസികളുടെ ഡാറ്റ വാങ്ങുന്നത് എന്തിനാണ്? അവർ വാങ്ങുന്നുണ്ട്. എന്തിനാണ് വാങ്ങുന്നത്? നമ്മൾ ഇതൊന്നും ചോദിക്കേണ്ടപ്പോൾ ചോദിക്കില്ല. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ നമ്മൾ ചോദിക്കൂ. നമ്മുടെ മന്ത്രിമാർക്ക് ഇതൊന്നും പരിശോധിക്കലല്ല ലക്ഷ്യം. അതുകൊണ്ടാണ് അവരിപ്പോഴും ഈ സംഘാടകരെ ന്യായീകരിക്കുന്നത്.